ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫാൻ വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു വരട്ടാണ്. പക്ഷേ ഇത് നല്ല ഒരു ഫ്രൈ റെസിപ്പിയേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂടുതൽ ഓയിലൊന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കുന്നത് 2 കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്രയും വലിപ്പത്തിലുള്ള പീസാക്കിയിട്ട് ഇത് നല്ല ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തെടുത്താൽ ഇതിൽ ഇൻസെക്ട്സ് ഒക്കെ നശിച്ചു പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. നല്ല തിളച്ച വെള്ളമായിരുന്നു, അപ്പോൾ അത് മതിയാവുമെന്ന് വിചാരിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കോളിഫ്ലവർ മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താലും മതി, പക്ഷേ ഞാനിതൊന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1.5 സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയിലെ വെള്ളമൊക്കെ വാർത്തിയതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കോളിഫ്ലവറിൽ ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവയും അതുപോലെ 1 സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ജീരകമൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കും. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഒരു 2 സവാള, മീഡിയം സൈസ് വലിപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ സവാളയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി ഇവയെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ വേപ്പില ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി മല്ലിയില കൂടെ ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മല്ലിയില നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്തെടുക്കുക. ഞാൻ 2 തക്കാളി നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തതിന് ശേഷമാണ് ചേർത്തെടുക്കുന്നത്. ഇത് അങ്ങനെയല്ലാതെ നമുക്ക് മിക്സിയിൽ അരച്ച് എടുത്ത് പേസ്റ്റാക്കിയും ചേർത്തെടുക്കാം. പക്ഷേ ഞാൻ വേവിച്ചതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തക്കാളിയും സവാളയൊക്കെ ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്തെടുക്കുന്നുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും മതിയാകും. ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്തെടുക്കുകയാണ്. ഇത് ഫ്രൈ ചെയ്ത് ചേർത്തെടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റി. ഫ്രൈ ചെയ്യാതെയും ചേർത്തെടുക്കാം, അപ്പോൾ ഒരു കൂടുതൽ പച്ചച്ചുവയൊക്കെ ഉണ്ടാവും. അല്ലാതെ ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന്, നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ മസാലയിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം. മസാലയൊക്കെ കോളിഫ്ലവറിൽ നന്നായി പിടിച്ച് വരുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അത് തീർത്തും ഓപ്ഷനിലാണ്, പക്ഷേ കായപ്പൊടി കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഫ്രൈ റെസിപ്പി. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കോളിഫ്ലവർ പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വളരെ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്, പക്ഷേ ഇതിങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.